പോലീസ് സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മാണം പൂർത്തീകരിച്ച് തങ്കമണി, വാഗമൺ പോലീസ് സ്റ്റേഷനുകളുടെയും ജില്ലാ പോലീസ് കൺട്രോൾ റൂമിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയാക്കിയ 13 പദ്ധതികളുടെയും 7 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും ഇതോടൊപ്പം മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇതോടുകൂടി തങ്കമണി, വാഗമൺ പോലീസ് സ്റ്റേഷനുകൾക്കും പുതിയ കൺട്രോൾ റൂമിനും പുതിയ മന്ദിരമാണ് യാഥാർത്ഥ്യമായത്. സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ച 13 പദ്ധതികളുടെയും മറ്റ് 7 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചത്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ കൺട്രോൾ റൂമും തങ്കമണി, വാഗമൺ പോലീസ് സ്റ്റേഷനുകളുമാണ് ജില്ലയിൽ ഉദ്ഘാടനം നടന്നത്. സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മികവേറിയ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയായി ഇത് കാണാൻ സാധിക്കും. തങ്കമണി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നീർനാക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. എം എം മണി MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു KM, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സജീവ് ചെറിയാൻ, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉൾപ്പെടെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ആശംസകൾ അർപ്പിച്ചു. നാർക്കോട്ടിക്സിൽ DYSP മാത്യു ജോർജ് നന്ദി രേഖപ്പെടുത്തി. ജില്ലാ കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ DCRB DYSP KR ബിജു അധ്യക്ഷനായിരുന്നു. ശിലാഫലക അനാച്ഛാദനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് നിർവഹിച്ചു. ഇടുക്കി DYSP രാജൻ അരമന, ഇടുക്കി SHO സന്തോഷ് സജീവ്, കുളമാവ് SHO ടോണി ജെ മറ്റം ഉൾപ്പെടെ വിവിധ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 3 നിലകളിലായാണ് തങ്കമണി പോലീസ് സ്റ്റേഷൻ പണിതുയർത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള മുറികൾ, തൊണ്ടി സാധനങ്ങൾ സൂക്ഷിക്കുവാനുള്ള മുറി, റെക്കോർഡ് റൂം, വനിതകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പ്രത്യേകമായ 3 ലോക്കപ്പുകൾ, വികലാംഗ സൗഹൃദ ടോയ്ലറ്റ് ഉൾപ്പെടെ 23 റൂമുകളും വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. തങ്കമണി പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണത്തിനായി 2,04,40,000 രൂപയാണ് ചിലവായത്. ഇടുക്കി പോലീസ് ക്യാമ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ജില്ലാ കൺട്രോൾ റൂമിന്റെ നിർമ്മാണത്തിനായി 98,16,000 രൂപയും വിനിയോഗിച്ചു. 2 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന കൺട്രോൾ റൂമിൽ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം, ANPR തുടങ്ങി അത്യാധുനിക സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായുള്ള മുറികളും നിർമ്മിച്ചിട്ടുണ്ട്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.